ശക്തിയോടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാല വേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ കർത്താവിൽ ബഹുമാന്യതരായ ദൈവത്തിന്റെ ഭൃത്യന്മാർ, ക്ഷണിക്കപ്പെട്ട കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഷിബു ദാനിയേൽ, ആഗതരായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രി ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും ഈ പകൽക്കാല വേളയിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരുന്നു. വ്യക്തമായ ശക്തമായ ആലോചനയാൽ, വചനത്താൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ രാത്രിയിലും വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമെങ്കിൽ കർത്താവ് നമ്മോട് പിന്നെയും സംസാരിപ്പാനിടയായി തീരും. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും പ്രതിസന്ധികളിൽ തളരാതെ ബലത്തോടെ നിർത്തുന്നതും ദൈവത്തിൻ്റെ വചനമാണല്ലോ. ആകയാൽ ഈ രാത്രികാലം തുറന്നുള്ള സമയം വചനത്തിന് മുൻപാകെ നമുക്കായിരിക്കാം, ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഷിബു ദാനിയേലിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മത്തായി സുവിശേഷം 11 അധ്യായം 16 വാക്യം. മത്തായി സുവിശേഷം 11 അധ്യായത്തിൻ്റെ 16 വാക്യം. ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ബഹുമാന്യരായ കർത്തൃദാസന്മാർ, പാളയം ദൈവസഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ദൈവസഭയുടെ നേതൃത്വനിരയിൽ ആയിരിക്കുന്ന കർത്താവിൽ അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാർ, ശ്രീകാര്യം ദൈവസഭയുടെ ശുശ്രൂഷകൻ ബഹുമാന്യ ദൈവദാസൻ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ പകൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവ് സാധുവായ അടിയനെ ദൈവം ബലപ്പെടുത്തി. തുടർന്ന് മറ്റൊരു ചിന്തയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ആയിരിക്കണം. ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരിക്കുന്നു. ഏലി പുരോഹിതൻ്റെ കാലഘട്ടം പോലെ ഒരു കാലത്തിലേക്ക് ഞാൻ നിങ്ങളും എത്തിയിരിക്കുന്നു. വചനം ദുർലഭമാണ്. ദർശനം ഏറെ ഇല്ലാത്ത ഈ അന്ത്യകാലത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യവും വിലയും കൊടുത്തുകൊണ്ട്, അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. സന്തോഷമുള്ള ദൈവമക്കൾ വിശുദ്ധ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. എത്ര സ്തുതിച്ചാലും അതിവരത്തില്ല. കാരണം കഴിഞ്ഞ പകൽ കർത്താവ് ചെയ്ത ഉപകാരം വലുതാണ്. മരണത്തിൽ നിന്നെയും വിടുവിച്ചു, പകർച്ചവ്യാധിയിൽ നിന്നെയും വിടുവിച്ചു, മാരക രോഗത്തിൽ നിന്നെയും വിടുവിച്ചു. ബലത്തോടെ, ശക്തിയോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ രാത്രിയോടെ കാണുവാൻ, ഈ ഭൂപരപ്പിലായിരിക്കാൻ, ദൈവാലയത്തിൻ്റെ അകത്ത് വന്നിരിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ കരുണാസമ്പന്നനായ ദൈവം നമുക്ക് നൽകിയ ഉയർന്ന പദവിയെ ഓർത്തുകൊണ്ട് ദൈവമക്കൾ വാ പൂട്ടിയിരിക്കരുത്, ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. അവനെപ്പോഴും നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെപ്പോലെ സമശിഷ്ടങ്ങൾ, ആരോഗ്യമുള്ളവർ, എൻ്റെ കൂടെ വിദ്യാഭ്യാസം ചെയ്തവർ, ഹല്ലേലൂയ, പലരും അമ്പേ പരാജയപ്പെട്ടപ്പോൾ ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയപ്പോൾ ഞാൻ നിങ്ങളും സ്തോത്രം ദൈവസനിൽ വെറുതെ ഇരിക്കരുത്. ഒരു ചടങ്ങിന് ഇരിക്കുന്ന പോലെ ഇരിക്കരുത്, ബാലെ കാണാനിരിക്കുന്ന പോലെ ഇരിക്കരുത്, നാടകം കാണാനിരിക്കുന്ന പോലെ ഇരിക്കരുത്. കർത്താവിനെ സ്തുതിക്കുന്ന താല്പര്യത്തോടു കൂടി ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കുന്ന പ്രസംഗകന് ഒരു ഉണർവുണ്ടാകട്ടെ. പ്രസംഗിക്കുന്ന പ്രസംഗകന് വാക്കുകൾ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ 2-3 ഹല്ലേലൂയ പറഞ്ഞു കൊടുക്കാം എന്നാരും ചിന്തിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാതെ, ദൈവം എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാതെ ദൈവത്തെ സ്തുതിക്കണം. ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണും. ഹല്ലേലൂയ. അവൻ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയും. ദൈവത്തിന് നന്ദി കൊടുക്കണം, ദൈവത്തിന് സ്തുതിക്കണം. പിശുക്ക് കാണിക്കരുത്, സ്തോത്രത്തിന് പിശുക്ക് കാണിക്കരുത്. കർത്താവ് ചെയ്ത് നിൻ്റെ അടുത്തിരിക്കുന്നവർ മിണ്ടാതിരുന്നാലും നിനക്ക് മിണ്ടാതിരിക്കാനൊക്കത്തില്ല. കാരണം നിനക്ക് ചെയ്ത ഉപകാരം വലുതാണ്. മനസ്സിലായ ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കേ. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ
ആയതിൻ ധ്യാനം അതിശയമേ യേശുവിൻ സ്നേഹം ആനന്ദമേ ആയതിൻ ധ്യാനം ആഴമുയരം നീളം വീതി ആർക്ക് ഗ്രഹിക്കാം നിൻ സ്നേഹം ആർക്ക് ഗ്രഹിക്കാം മാമ മണാള നിൻ സ്നേഹത്താലേ മാമ ഓ നിൻ സ്നേഹത്താലേ നിറയുന്നേയൻ ഉള്ളം ഇന്നേരോ നിറയുന്നേയൻ ഉള്ളമിന്നേരോ കാത്തു കൃപയിൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ കാത്തു കൃപയിൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ കലങ്ങിയുള്ളം നേരും നേരോ കലങ്ങിയുള്ളം നേരും നേരോ അരികിൽ വന്നേകി ആശ്വാസം അരികിൽ വന്നേകി മണ ഓ നിൻ സ്നേഹത്താലേ മാമ നിൻ സ്നേഹത്താലേ നിറയുന്നേ ഓയൻ എന്നേരോ നിറയുന്നേയൻ ഉള്ളമിന്നേരോ മറന്നു സ്വർഗ സുഖമാകിലാവും നീ അലഞ്ഞയനെ മാർവിലണപ്പാൻ മറന്നു സ്വർഗ സുഖമാകിലാവും നീ അലഞ്ഞയനെ മാർവിലണപ്പാൻ മഹത്വമേ നിൻ നാമത്തിനോ മഹത്വമേ നിൻ നാമത്തിനോ മഹത്വമേയെന്നും എന്നേക്കോ മഹത്വമേയെന്നോ മണ ഓ നിൻ സ്നേഹത്താലേ മാമം ഹല്ലേലൂയ നിറയുന്നേയൻ ഉള്ളമിന്നേ ഓ നിറയുന്നേയൻ ഉള്ളം ഇന്നേരോ അതിശയമേ യേശുവിൻ സ്നേഹം ആനന്ദമേ ആയതിൻ ധ്യാനം ആഴമുയരം നീളം വീതി ആർക്ക് ഗ്രഹിക്കാം നിൻ സ്നേഹം ആർക്ക് ഗ്രഹിക്കാം ആർക്ക് ഗ്രഹിക്കാം നിൻ സ്നേഹം ആർക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു സഹായിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു? യഹൂദന്മാരെ നോക്കിക്കൊണ്ട്, പരീശന്മാരെ നോക്കിക്കൊണ്ട്, ന്യായശാസ്ത്രന്മാരെ നോക്കിക്കൊണ്ട്, ആ തലമുറയിൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു തലമുറ നോക്കിക്കൊണ്ട് കർത്താവ് ശക്തമായി പ്രഖ്യാപിക്കുന്ന, ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഈ തലമുറ ഏതിനോട് ഉപമിക്കണം? പ്രവാചകന്മാർ വന്നു, നിങ്ങളവരെ കൈക്കൊണ്ടില്ല. എനിക്ക് മുൻപായി വഴിയൊരുക്കാൻ യോഹന്നാൻ വന്നു, നിങ്ങളവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. മശിഹ ഭൂമിയിൽ അവതരിച്ചു, നിങ്ങൾ മശിഹായെ വിശ്വസിക്കുന്നില്ല, മശിഹായെ അംഗീകരിക്കുന്നില്ല.
സുവിശേഷത്തോട് താല്പര്യമില്ല, വചനത്തോട് താല്പര്യമില്ല, പ്രമാണത്തോട് താല്പര്യമില്ല, അനുസരണമില്ലാത്തൊരു തലമുറ, ധിക്കാരികളായൊരു തലമുറ, ധാർഷ്ട്യമുള്ളൊരു തലമുറ, വ്യവസ്ഥകൾക്ക് മുഖം മറച്ചു പോകുന്നൊരു തലമുറ. ഈ തലമുറയെ കണ്ടുകൊണ്ട് നമ്മുടെ നസ്രായൻ പ്രഖ്യാപിച്ച ഒരു ചോദ്യമാണ്, ഈ തലമുറ ഞാൻ എന്തിനോട് ഉപമിക്കണം? അന്നത്തെ കാലത്തെ പോലെ ഇന്നും ഒരു വ്യത്യാസവും ഇല്ല. എന്നൊരു വാക്യമുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരാത്തവരെ. ഇതിപ്പോൾ പെന്തിക്കോസിലാണേലും ഒരു തലമുറ വെളിവില്ല, ഭൗതിക ലോകത്തായാലും കുറേ എണ്ണത്തിനും ബോധമില്ല. ഈ തലമുറ ഞങ്ങൾ ഏതിനോടൊക്കെ ഉപമിക്കണം? ഈ തലമുറയുടെ വെളിപ്പാടെല്ലാം കൂടെ പൗലോസിൻ്റെ അകത്ത് കയറി. യേശുക്രിസ്തു കഴിഞ്ഞാൽ പുതിയ നിയമസഭയുടെ അനുഗ്രഹീതനായ എഴുത്തുകാരൻ, അനുഗ്രഹീതനായ അപ്പോസ്തലൻ സെന്റ് പോളാണ്, പൗലോസാണ്. നമുക്ക് മാതൃകയാകാൻ പറ്റുന്ന, നമുക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുടരാൻ പറ്റുന്ന നിരവധി ആശയങ്ങളുടെ, ചിന്തകളുടെ, ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹീതനായ കർത്തൃദാസനാണ് പൗലോസ്. ആ ഭക്തൻ ഈ കാലത്തെ നോക്കിക്കൊണ്ട് ഒരു ദൂത് പറഞ്ഞു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. കഴിഞ്ഞ പകല് ഞാൻ ആ വാക്യം ഒന്ന് വായിപ്പിച്ചായിരുന്നു, ഒന്നുകൂടെ വായിച്ചുതരാം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അടുത്ത വാക്യം കൂടെ വായിച്ചോ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കണം. അടുത്ത വാക്യം. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് പൗലോസ് പറഞ്ഞൊരു വെളിപ്പാടാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറ. വക്രതയുള്ള തലമുറ. എവിടെ നോക്കിയാലും കള്ളത്തരം കൊണ്ട് മാത്രം കൈ കഴുകുന്ന ഒരു സമൂഹം. സത്യം പറയത്തില്ല. സത്യത്തിൽ ഇപ്പൊ വന്ന് ദൈവമക്കളും എന്ത് പറയത്തില്ല? സത്യം പറയത്തില്ല. യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് പീലാത്തോസ് ഒരു വാക്ക് ചോദിച്ചു, സത്യം എന്നാൽ എന്ത്? സ്തോത്രം. സത്യം എന്നാൽ എന്ത്? സത്യവാനായ ദൈവത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് പീലാത്തോസ് ചോദിക്കുന്നു, സത്യം എന്നാൽ എന്ത്? യോഹന്നാൻ 14:6 അതിന് മറുപടി കിടപ്പുണ്ട്. യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യം എന്നാൽ എന്ത്? എങ്ങും തെരഞ്ഞു പോകണ്ട, നാം നിന്റെ മുമ്പിൽ നിൽക്കുന്നത് സത്യവാനാണ്. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആരാധിക്കുന്ന സത്യവാനായ ദൈവം, വഴിയായ ദൈവം ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ നടുവിൽ ഉണ്ടെന്ന് പരമാർത്ഥതയോടെ, ആത്മാർത്ഥതയോടെ വിശ്വസിക്കുന്ന വിശ്വാസ വൃന്ദങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ യേശു സത്യവാൻ, അവനിൽ വഞ്ചനയില്ല, അവനിൽ കാപട്യമില്ല. ഒരു ചക്രവർത്തിമാരും രാജാക്കന്മാരും പറഞ്ഞില്ല ഇവനിൽ കുറ്റം കാണുന്നെന്ന്. അവരെല്ലാം കൈ കഴുകി വിളിച്ചു പറഞ്ഞു, ഞങ്ങളിൽ ഇവൻ ഒരു തെറ്റും കാണുന്നില്ല, ഇവൻ ദൈവപുത്രൻ തന്നെ, ഇവൻ സത്യവാൻ. സ്തോത്രം. നമുക്ക് പലർക്കും അവിശ്വാസ കർത്താവ് സത്യവാനാണോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് തന്നെ സത്യവാനായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മസിൽ പിടിച്ചിരിക്കുന്നു ചിലര്. സ്തോത്രം. ജിമ്മി ജോർജ് ജിംനാഷ്യത്തിൻ്റെ സ്റ്റേഡിയത്തിനടുത്തുണ്ടായതുകൊണ്ടായിരിക്കും എല്ലാവരും മസിൽ പിടിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, ഒന്ന് മസിൽ വിട്ടിട്ട് സ്തോത്രം പറ.
യോ ഉറക്കപ്പറ, ഇച്ചിരിയോടെ ഉറക്കപ്പറ. എൻ്റെ സന്തോഷത്തിന്, നിങ്ങളുടെ സന്തോഷത്തിന്. സന്തോഷം കൊണ്ട് പറഞ്ഞ പറച്ചില് മതി, അത്രയും നിങ്ങൾ പറഞ്ഞല്ലോ. ഞാനായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. സ്തോത്രം. നോക്കിയേ, സത്യവാനായ ദൈവം പീലാത്തോസ് പോലും വിളിച്ചു പറഞ്ഞ് കൈയിട്ട് പറഞ്ഞു, ഇവനിൽ യാതൊരു കുറ്റവും ഞാൻ ഇവനെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. കണ്ട കല്ലിനെയും മണ്ണിനെയും മരങ്ങളെയും മണ്ണിനെയും ആരാധിച്ച് സത്യം കാണാതെ നടന്നപ്പോൾ, അന്ധതയിൽ നടന്നപ്പോൾ, ഇരുട്ടിൽ നടന്നപ്പോൾ, എവിടെ സത്യമെന്ന് അന്വേഷിച്ചുകൊണ്ട് ആമൻ നടന്ന എന്നെ തമ്പുരാൻ ഒരു ദിവസം സത്യം എന്നെ പിന്തുടർന്നു, സത്യം എന്നെ പിടിച്ചു. ആ സത്യത്തിൻ്റെ വക്താവായി മാറാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്ക്. സത്യത്തിൻ്റെ കൂടെ അണിചേരാൻ, സത്യത്തിൻ്റെ പ്രസംഗകനാകാൻ, സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ, സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, സത്യവാനായ ദൈവത്തിന്റെ ഒപ്പം നിൽക്കുവാൻ, സത്യവാനായ ദൈവത്തിന്റെ വചനം മുറുകെ പിടിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് കരമടിച്ച് ആരാധിക്കാൻ. ഹല്ലേലൂയ. എന്നോടും നിന്നോടും നിരവധി വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്, നിരവധി പ്രോമിസുകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് വരെ ഒന്നുപോലും അവൻ മുടക്കം വരുത്തിയിട്ടില്ല. ഇന്നലകളിൽ വരെ നിന്നെ വിശ്വസ്തയോടെ നടത്തിയ സത്യവാനായ ദൈവത്തെ, നാളെയും നടത്തുവാൻ ശക്തനായ ദൈവത്തെ, ഇനിയും നടത്തുവാൻ ശക്തനായ ദൈവത്തെ, വഴിത്തലക്കിൽ ഉപേക്ഷിക്കാത്ത ദൈവത്തെ, മറന്നു കളയാത്ത ദൈവത്തെ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കാത്ത ദൈവത്തെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് സ്തുതിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. നിങ്ങളുടെ ആദരം വെറുതെ വെക്കരുത്. ഇന്ന് രാത്രി ഒരുമിച്ച് പറ. യെസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരി. ആമേൻ. അവൻ സത്യവാൻ. സ്തോത്രം. അപ്പോ ഈ തലമുറ നോക്കുന്ന പൗലോസ് പറയുന്നു, വക്രതയാ. നേരെ ഉള്ള വഴി തെരഞ്ഞെടുക്കുന്നവർ ചുരുക്കം. അതാ കർത്താവ് പറഞ്ഞൊരു പ്രഖ്യാപനം. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ് ജീവങ്കലേക്കുള്ള വഴി. അത് കണ്ടെത്തുന്നവർ ചുരുക്കം. ആളെന്താ കൂടാത്തെ? വിശുദ്ധിയും വേർപാടും പറയുന്നോണ്ടോ? സ്തോത്രം ചെയ്താട്ടെ. ഇതൊന്നും പറയാതെ പോയിക്കേ, മെഗാ ചർച്ചാകും. സ്തോത്രം. ഉപദേശം മുറുക്കിക്കേ ആള് കുറയും. സ്തോത്രം. പൊട്ടത്തരം പറഞ്ഞു നോക്കിയോ ആള് കുറയും, മണ്ടത്തരം പറഞ്ഞു നോക്കിയോ ആള് കൂടും. പക്ഷെ ഉപദേശം അയവ് വരുത്താതെ സത്യവചനം പറഞ്ഞാൽ ആളുകളുടെ എണ്ണം കുറയും. പക്ഷെ 2 എണ്ണം ഉള്ളെങ്കിലും അത് സത്യത്തിലൂടെ നിൽക്കണം. ഹല്ലേലൂയ. എഫെസോസിൽ ഒരു 12 പേര് അപ്പല്ലോസിന്റെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടു. അവർക്ക് ആകെ കൂടെ അറിയാവുന്നത് ഈ യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. അതാ പൗലോസ് ഉൾപ്രദേശം കൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തിയപ്പോൾ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അതുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. ഈ 12 എണ്ണേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഒന്നും വലുതായിട്ട് പ്രാപിച്ചിട്ടുമില്ല. അന്യഭാഷ അവർക്കറിയത്തില്ല, പ്രവചിക്കാൻ അറിയത്തില്ല, ചാടാൻ അറിയത്തില്ല, തുള്ളാൻ അറിയത്തില്ല. പക്ഷേ അവർ നുണ പറയത്തില്ല. അവർ സത്യം പറയുന്നു. 12 എണ്ണം. ആമേൻ. 12 എണ്ണേ ഉള്ളൂ. മാനസാന്തരത്തെക്കുറിച്ച്, യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ നിഷ്കളങ്കരായ 12 എണ്ണം. ഇത് ചിലത് നല്ല വെടിക്കെട്ട് അന്യഭാഷം പറയും. നാക്ക് വളച്ചാൽ ആരും മിണ്ടുന്നില്ലല്ലോ, കള്ളമേ പറയത്തുള്ളൂ. ഈ കോടതിയിൽ ഒരു സിമ്പലുണ്ട്, എന്താ അറിയാമോ? കണ്ണ് കെട്ടി വെച്ചേക്കുക. കണ്ടിട്ടുണ്ടോ? ഒരു ത്രാസും പിടിച്ച് കണ്ണും കെട്ടി ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാ?
ചിലപ്പോൾ ഈ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും വരുന്നത്, അമ്മാച്ചനോ അളിയനോ അനന്തരവനോ ഒക്കെ ആയിരിക്കും ഏതെങ്കിലും കേസിന് പിടിക്കപ്പെടുന്നത്. വരുന്നുടനെ ചിലപ്പോൾ അമ്മാച്ചനാകുമ്പോൾ കണ്ണടയ്ക്കും, വെറുതെ വിട്ടിരിക്കുന്നു. അതിന് ഒരമ്മാച്ചനെ കാണാതിരിക്കാൻ വേണ്ടി ആ കണ്ണ് പിടിച്ചങ്ങ് കെട്ടിവെച്ചു. സ്വോത്രമൊന്നുമില്ല, ചിന്തിച്ചാൽ മതി. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചിന്തയ്ക്ക് വേണ്ടി പറയുന്നു. സത്യമേ സംസാരിക്കുകയുള്ളൂ. മൊബൈൽ ഫോൺ വന്നതിന് ശേഷമാണ് ഏറെക്കുറെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് പറയാൻ തുടങ്ങിയത്? കള്ളമ്മ. ചേട്ടാ എവിടെ നിൽക്കുന്നു? ഞാൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ തന്നെ പുള്ളി നിൽക്കുന്നത് നെയ്യാറ്റിൻകര ആയിരിക്കും. അപ്പം ഈ എവിടെ നിൽക്കുന്നത് പോലും സത്യത്തിൽ കള്ളം സത്യം പറയാത്ത ഒരു വർഗം ഉണ്ടെങ്കിൽ ഏതേ ഉള്ളൂ. സ്തോത്രം. അത് ചിലപ്പം ചിലരെന്നോട് പറഞ്ഞു, അത്യാവശ്യം 1-2 പറയാം. ആയിക്കോട്ടെ, അത്യാവശ്യം 1-2 പറയാം, ഡെയിലി ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലോ? അപ്പോൾ ഈ തലമുറയുടെ ഒരു പ്രത്യേകത പറയാം, വക്രതയും. അല്ലെ തന്നെ നിങ്ങൾ നോക്കി, ഈ തലമുറ ഇപ്പം തന്നെ നടക്കുന്നുണ്ടോ? ബൈക്ക് എന്നുള്ളത് ഈ ഉച്ചയും കുത്തി കിടക്കുന്നൊരു ബൈക്കുണ്ടല്ലോ, ഇപ്പോഴത്തെ മോഡൽ. ഉച്ചയും കുത്തി കിടക്കും. അതിൽ 2 ഒരുത്തൻ അങ്ങോട്ട് ചാഞ്ഞ് കിടക്കും, ഒരുത്തൻ അവൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ബ്രേക്ക് ഇട്ടാൽ ഇവൻ കറങ്ങി അവൻ്റെ ഫ്രണ്ടിൽ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക ബൈക്ക് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 500 ബൈക്ക് എങ്ങാണ്ട് ഇറങ്ങിയിട്ടുള്ള പറഞ്ഞാൽ അതിൽ 400 തീർന്നെന്നാണ് വിവര കണക്കുകൾ. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. എന്നാലും ആ ബൈക്കിൽ പോകുമ്പോൾ ഞാൻ കണ്ടുണ്ട് പലരും ഈ പോകുന്നവരെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഒന്നിൽ എവിടെയെങ്കിലും കർച്ചീഫോ ഷാളും വെച്ച് ഇങ്ങനെ പോകത്തുള്ളൂ. തന്നെയല്ല, ഇവൻ്റെ ബൈക്കിൽ വേറൊരു പെങ്കൊച്ചും കാണും, അവളും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എന്താണ്ട് ഈ തമ്പാനൂർ എവിടെയെങ്കിലും ഒരു സിഗ്നൽ ലൈറ്റ് വെച്ച് ഇങ്ങനെ മൂടി നിൽക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തെ ബൈക്കിൽ അപ്പനും കാണും. കണ്ട അറിയത്തില്ല, വക്രതയാ. സ്തോത്രമൊന്നുമില്ലേ? വക്രത, വളഞ്ഞ വഴി, ശരിയായിട്ട് റൂട്ടിൽ ഇപ്പോഴും ഒരു തലമുറ പോകുന്നില്ല. സ്തോത്രം. അത് എവിടെയും തിരഞ്ഞെടുക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറ. ഇനി പറയാം, വക്രതയും കോട്ടവുമുള്ള തലമുറ വേറൊരു പ്രത്യേകത, ഏത് കാര്യം സാധിക്കാനും എന്തും നടക്കാൻ വേണ്ടി ഏത് വഴിയും ഏത് ഊടായ്പ വഴിയും തിരയുന്ന തലമുറയാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ. എന്ത് സ്ഥാനം വേണമെങ്കിലും ഏത് വഴി വേണേലും പോവും, ഏതറ്റം വേണേലും പോവും, എന്ത് വേണേലും മുടക്കും, എത്ര കാശ് വേണേലും എറിയും. ഒറ്റ കാര്യം, എനിക്ക് ആ സ്ഥാനം കിട്ടണം. വളഞ്ഞ വഴി തിരഞ്ഞെടുക്കും. അങ്ങനെ വളഞ്ഞ വഴി തിരഞ്ഞു പോയ ഒരു തലമുറയുണ്ട്. ആ തലമുറയെ പറ്റി ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞെടുത്തേക്കാം. 2 പത്രോസ് 2-ാം അധ്യായം 6-ാം വാക്യം മുതൽ പെട്ടെന്ന് വായിച്ചു. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ. അല്ല, ഇത് നല്ലപോലെ വായിക്കണേ കേട്ടോ. ആ ആ ആ ആ അധർമ്മ പ്രവൃത്തി കണ്ട് കേട്ടും അടുത്ത വാക്യം. ആ ആ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു തലമുറ. മലിനമോഹം ജഡത്തെ പോഷിപ്പിക്കുന്ന, ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന, ജഡത്തെ പരിപോഷിപ്പിക്കുന്ന, പാപത്തിന് വേണ്ടി അനുകൂലമാക്കുന്ന ഒരു തലമുറ. വളഞ്ഞ വഴിയിലേക്ക് പോകുന്നൊരു തലമുറ, വക്രതയും കോട്ടമുള്ള തലമുറ. വായിച്ചോ ആൻറ്റി. ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ. അടുത്ത വാക്യം. ജാത്യാൽ പിടിപെട്ട് അതേത് ബൈബിളാ?
നമ്മുടെ ഈ എനിക്കൊന്ന് ഈ അത് കറക്റ്റ് അല്ലേ? ആ, വായിച്ചു. താങ്കളുടെ ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് അടുത്ത വാക്യം, അവർ വ്യഭിചാരികളെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതെയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം പ്രാപിച്ചവരും തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. ഈ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു തലമുറ, വക്രതയും കോട്ടവുമുള്ള തലമുറ, ജഡത്തെ മലിനമാക്കുന്ന തലമുറ. അതാണ് ഈ സോദോമ്യ പാപത്തിൻ്റെ ഒരു പാപമാണ് ഈ സ്ത്രീകളെ ഈ പുരികൻ ത്രെഡ് ചെയ്യുന്നത്. സോദോമ്യ പാപമാണ്. അതായത് അവിടുത്തെ ഒരു പാപമായിരുന്നു സ്ത്രീ സ്ത്രീയോടും പുരുഷൻ പുരുഷനോടുമുള്ള അപലക്ഷണം. ഭയങ്കര പാപമായിരുന്നു. അപ്പം സ്ത്രീ സ്ത്രീയെ തന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി, വശീകരിക്കാൻ വേണ്ടി, അവർ ആകർഷിക്കാൻ വേണ്ടി പുരികൻ എന്ത് ചെയ്തു? ത്രെഡ് ചെയ്തു, ആകർഷിക്കാൻ വേണ്ടി. അപ്പം സ്ത്രീ സ്ത്രീയെ ആകർഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയായിരുന്നു ഏതാ? പുരിയൻ ത്രെഡിങ്. അപ്പം സോദോമ്യ പാപമാണ് ഏത്? ഉറക്കെ പറ. പുരിയൻ ത്രെഡിങ്. പെന്തിക്കോസ്തരുടെ കല്യാണത്തിന് നോക്കിക്കേ, പ്രാർത്ഥിച്ചിറങ്ങാന്ന് പറഞ്ഞ ഉടനെ പറയും ഇപ്പം വരുമെന്ന്. വെളുപ്പിന് 5:30 പോയിരിക്കുക. എവിടാ? ഇതെല്ലാം കൂടെ വരിച്ച് തട്ടി കെട്ടിയാൻ വേണ്ടി, പുട്ടി ഇട്ടാൻ വേണ്ടി പോയിരിക്കുന്നു. മുഖത്ത് പുട്ടി ഇടാനും ചുണ്ട ലിപ്റ്റിക്ക് അടിക്കാനും ഇതെല്ലാം കൂടെ ഈർക്കൽ കണക്കിന് വടിച്ച് ലെഫ്റ്റ് സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് വരാൻ, മുടിയെല്ലാം കൂടെ ഒരാഴ്ച നൂഡിൽസ് പോലിരിക്കും, ഒരാഴ്ച മുരിങ്ങക്കോല് പോലിരിക്കും. ഒരാഴ്ച ഇങ്ങനെ വളച്ച് ട്രിന്നിടും, പിന്നെ ഒരു നോക്കുമ്പോൾ നിൽക്കുന്നതാണ്, പിന്നെ അത് വെട്ടി അങ്ങോട്ട് ഇടുന്നു, പിന്നെ ഇതെല്ലാം എവിടെ നിന്നറിയുമോ? സോദോമ്യ പാപമാണ്, ജഡത്തെ ത്രസിപ്പിക്കുന്ന പാപമാണ്. എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയാം, കല്യാണം വന്നാലും എന്താ വന്നാലും ഫംഗ്ഷൻ വന്നാലും അത് വന്നാലും ഇത് വന്നാലും ദൈവമക്കളോട് പറയുന്നു ബ്യൂട്ടി പാർലറിൽ പോകരുത്. പോകത്തില്ലെന്ന് ഉറപ്പുള്ളവരല്ലേ പറ. നമ്മുടെ എല്ലാം കഴിഞ്ഞല്ലോ. പോകരുത്. 20,000 രൂപ, 30,000 രൂപ, 40,000 രൂപയാണ് ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ട് പെന്തിക്കോസ്തുകാർ ആഭരണം മാറ്റിയ, കാതിൽ കിടക്കുന്ന കുണുക്ക് മാറ്റിയ, മാല മാറ്റിയ, ജുമുക്ക മാറ്റിയ പെന്തിക്കോസ്തുകാരി പോകുന്നത് 25,000 30,000 രൂപ കൊടുത്തിട്ടാണ് മുഖത്ത് പുട്ടിയിട്ടുകൊണ്ട് വരുന്നത്. സ്തോ എന്നല്ല, സ്തോത്രം പറ. എന്നിട്ട് ഭയങ്കര പാട്ടോ, കാകേളം കാതുകേളിൽ. മിക്കവാറും കേൾക്കും, നീ പൊങ്ങും. 1 ഇഞ്ച് നീ ഇവിടുന്ന് പൊങ്ങത്തില്ല. പോകുമെന്ന് ഉറപ്പുള്ളവരല്ലേ പറഞ്ഞോട്ടെ. കണ്ടില്ലേ എത്ര എണ്ണം പോവും? വന്നിരുന്നുകൊണ്ട് എന്തോ അന്യഭാഷയായിരുന്നു. ഇപ്പം തന്നെ നമ്മൾ തീരുമാനിച്ചു ഞാൻ മിക്കവാറും പോക്കാന്ന്. അപ്പോൾ ഈ പ്രധാനം കേൾക്കുന്നതുകൊണ്ടുകൂടി റെഡി ആയിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു 99% പോകത്തില്ല. സ്വർഗം കണി കാണത്തില്ല. സ്തോത്രം. മിക്കവാറും പോകുമെന്ന് ഇവിടെ ഉറപ്പുള്ള ഒരു ദൈവമക്കൾ ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ച് ഞാൻ കണ്ണടച്ചിരിക്കാം. മതി. സ്തോത്രം. എല്ലാത്തിനും കൂടെ കൊണ്ടുപോകാനും ഒക്കത്തില്ല. ഈ അടുത്തിടെ എന്നോട് അച്ഛൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെന്ന് അവിടെ തല കൊണ്ടുവന്നു, ഞാനങ്ങ് പിന്മാറാവുന്നു. സ്തോത്രം. സോദോമ്യ പാപമാണ് ബ്യൂട്ടി പാർലർ, പുരിയൻ ത്രെഡിങ്. ഈയിടെ ഞാൻ കല്യാണത്തിൽ നിന്നപ്പോൾ ഒരു ഉപദേശി ഞാൻ നോക്കുമ്പോൾ തൂവാനെടുത്തിട്ടും പുള്ളിയും ചെയ്തുകൊണ്ടിരിക്കുക. ബോധം ഉണ്ടാകേണ്ട ഉപദേശിയുടെയും ബോധം പോയി കിടക്കുക. സ്തോത്രം. ചാത്തിയ പിടിച്ചു, ജഡത്തെ അവർ ത്രസിപ്പിക്കുക. അല്ല, എല്ലാവരും പറഞ്ഞറിയാമോ, ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ ശേഷം ഇപ്പോൾ ഞാൻ LP ആണ് ഇടുന്നത്. LP. യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ ലൂയിസ് ഫിലിപ്പാണ് ഇടുന്നത്. യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ അഡിഡാസ് ആണ് ഇടുന്നത്. നിന്റെ ബോധം പോയെന്നുള്ള തെളിവാണ്. എന്തും ഇടാം.
പക്ഷെ പുൽപ്പിറ്റ് കയറിയിട്ട് ഞാൻ ഈ പുത്തോടത്തിന് ശേഷമാണ് ഇതെല്ലാം ഇടുന്നെന്ന് പിടിപ്പിക്കരുത്. സ്തോത്രം. മിണ്ടുന്നില്ലല്ലോ ആരും. എൻ്റെ കർത്താവിനെ പറ്റി യെശയ്യാപ്രവചനം എഴുതിയിരിക്കുന്ന കേട്ടോ, അവൻ്റെ മുഖം വിരൂപമായി, അവനെ കണ്ടാൽ ആളറിയാത്തവനായി. സ്തോത്രം. പാപത്തിൽ വഴുതി വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ, വശീകരണ ശക്തിയിൽ കുടുങ്ങി വീഴാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം, നിന്റെ ഗ്ലാമർ പരിപാടി അവസാനിപ്പിക്കണം. അതങ്ങനെ നമ്മൾ ലൈവായിട്ട് കാണുന്നതല്ല ഉപദേശിമാർ, ഈ പോസ്റ്ററിൽ കാണുന്ന ഉപദേശിമാരും രണ്ടും രണ്ടാ. ഫ്ലക്സിൽ എന്തോ ഗ്ലാമറാ ഇരിക്കുന്നതുകൊണ്ട് ഇവനൊക്കെ എന്നെ പിടിച്ചെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അത് ഫോട്ടോഷോപ്പിൽ പോയി ഇരുന്ന് നേരിട്ട് കാണുമ്പോൾ ഇതായിരുന്നു. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. സ്തോത്രം. ഇനിയും കേട്ടോ, നമ്മൾ ആർക്കും ഇഷ്ടമല്ല, ഈ പ്രായമാകുന്ന ആർക്കും ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടം? മുടി ഒരെണ്ണം നരച്ചാൽ നന്നാലെ ഗോതറടിക്കുക. വേദോസ്തത്തിൽ ഒരു വാക്കുണ്ട്, നരച്ച തല ശോഭയുള്ള, ഉറക്കെ പറഞ്ഞാട്ടെ, നരച്ച തല കിരീടത്തെ ആരെങ്കിലും കരിയോയിലടിക്കുമോ? നമ്മുടെ അജയന്മാരൊക്കെ ഇരുന്ന് രണ്ട് മുടി കറുത്ത അന്നാലെ ഇട്ടുകൊണ്ട് കരിയോയിലടിച്ചുകൊണ്ട് നടക്കുക. മോഡൽ. ഇവിടുന്ന് ഇങ്ങോട്ട് 68 വയസ്സ്, ഇവിടുന്ന് ഇങ്ങോട്ട് 18 വയസ്സ്. പ്രായം ചോദിക്കുന്ന ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല, പ്രായമാകുന്ന ഇഷ്ടമല്ല. എപ്പോഴും സൗന്ദര്യം കൂട്ടുക. പാപം. ജഡത്തെ മലിനമാക്കുക, ജഡത്തെ ത്രസിപ്പിക്കുക. സ്തോത്രമൊന്നുമില്ല. സോതോമി പോവാ, പുരിയൻ പഠിക്കല്. സോതോമി പോവാ, എന്തൊക്കെ മോഡലാ. പണ്ട് ദൈവമക്കളെ കണ്ടാൽ അറിയായിരുന്നു, മലയാളി സ്ത്രീകളെ കണ്ട പ്രത്യേകിച്ച് അറിയായിരുന്നു. അതാ സ്ത്രീകളെ കുറിച്ച് പൗലോസ് കണ്ടോ, ലജ്ജാശീലത്തോടും. സ്ത്രീകൾക്ക് എന്ത് വേണം? ഉറക്കെ പറ, ലജ്ജാശീലം. ഇപ്പം അത് പോയി. തെങ്ങേ കയറുന്നവരുണ്ട്, ലജ്ജ പോയി. ലജ്ജ പോയപ്പോൾ കൊന്നത്തെങ്ങ വലിഞ്ഞു കയറുക. ടാക്സി ഓടിക്കുന്നവരുണ്ട്, ലോറി ഓടിക്കുന്നവരുണ്ട്. തെറ്റല്ല. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കല്യാണത്തിന് പെണ്ണിനെ കാണാനിട്ട് വരുമ്പോൾ, ചെറുക്കൻ ഇരിക്കുമ്പോൾ കാപ്പിയും കൊണ്ട് വന്ന അമ്മാരെ തന്നിട്ട് അമ്മാരെ വിട്ടൊരു പോക്ക. തരുന്നു പോന്നു, മിന്നായം പോലെ. അമ്മാരെ അടുത്തിരുന്ന് അമ്മാച്ചൻ ചോദിക്കും, ഇഷ്ടപ്പെട്ടോന്ന്. ഏതിനെ? മിന്നായത്തെ. വന്ന് അമ്മാരെ പോവും. ഇപ്പം ലജ്ജ പോയി, വന്ന് അവിടോട്ട് അങ്ങ് മാണ്ടിരിക്കുകയല്ലേ. എന്താ പഠിച്ചേ? ഞാൻ കുറേ പഠിച്ചു. പേരെന്തുവാ? പേര് 3-4 ഉണ്ട്. വയസ്സെത്രയായി? അവിടെ അമ്മയോട് അപ്പനോട് ചോദിച്ചാൽ മതി. ടക്ക മറുപടി. പിന്നെ കല്യാണം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ടേ കല്യാണം ഉള്ളൂ. ഈ 1 വർഷത്തിനടുത്ത് അവരെവിടെയൊക്കെ പോകാമോ അവിടെ എല്ലാം പോവും. ലജ്ജ പോയി. സ്ത്രീകളിരിക്കുന്ന മൈക്കയിലിരിക്കുന്നത് നല്ല സേഫാണ്, കാല് അപ്പുറം ഇപ്പുറം ഇട്ട് പുരുഷന്മാരിരിക്കുന്ന പോലെ സേഫ്. പക്ഷെ ഇപ്പോൾ ലജ്ജ പോയപ്പോൾ ഏതാ പുരുഷനെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. ലജ്ജാശീലം വേണമെന്ന് എല്ലാവരും പറഞ്ഞില്ലേ? മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞു ലെഗിൻസ് എന്ന വസ്ത്രം സ്ത്രീകൾ ഇടാൻ പാടില്ല. മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞു. സാംസ്കാരിക നേതാക്കന്മാർ, കവിയത്രികൾ, ഹിന്ദു സമൂഹം, ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ പലതും. പക്ഷെ പെന്തിക്കോസിന് ഹോളിൽ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും അല്ല ഇത് തന്നെ ആയിരിക്കും. ഇതിട്ടുണ്ടാ വർഷിപ്പ്. യേശു. സുബോധമില്ല. അത് സുബോധമെടുത്ത് വരുന്നവനോ അവൻ അതിനേക്കാട്ടി ബോധമില്ല നിൽക്കുക. ശ്രദ്ധിച്ചു നോക്കൂ. ഇനി ദൈവമക്കളോട് ഞാൻ പറയുന്നു, ദൈവമക്കൾക്ക് ലജ്ജാശീലം വേണം. നാടോടുമ്പോൾ നടുവേ ഓടുന്ന ഇടപാട് ദൈവമക്കൾക്കുള്ളതല്ല. സ്തോത്രം. കാലത്തിനനുസരിച്ച് നീങ്ങുന്നവരല്ല ദൈവമക്കൾ. സത്യത്തിന് വേണ്ടി വേദപുസ്തക അടിസ്ഥാനത്തിൽ ജീവിക്കാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ. സ്തോത്രം പറ. വക്രതയും അവർ വ്യഭിചാരങ്ങളെ കണ്ട് രസിക്കുന്നു.
സീരിയൽ വിടാത്തവരുണ്ട്, ഒറ്റ സീരിയൽ, ഒറ്റ സിനിമ വിടാത്തവരുണ്ട്. ഇപ്പൊ ടി വി കാണണ്ട, മുറം പോലുള്ള ടാബിൻ്റെ അകത്തും മൊബൈലിൻ്റെ അകത്തും ഈ സാധനം എല്ലാം ഉണ്ട്. സ്തോത്രം. ഈ അടുത്തിടെ ഞങ്ങളുടെ ഒരു അച്ഛൻ പറഞ്ഞു, എൻ്റെ ദൈവമക്കളെ, എനിക്കാകെ ഒറ്റ കാര്യം അറിയത്തുള്ളൂ, വിളിക്കാനും കട്ട് ചെയ്യാനും. അപ്പം ഞങ്ങളുടെ ഒരു ചെറുക്കൻ പറഞ്ഞു, ഈ പ്രായത്തിൽ അത്രയൊക്കെ അറിഞ്ഞാൽ മതിയെന്ന്. അച്ഛൻ, ഈ പ്രായത്തിൽ ഇത്ര അറിയുന്ന ഏറ്റവും നല്ലത്, കൂടുതൽ അറിയാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. സ്തോത്രം. പാപം കണ്ടവർ തൃപ്തിപ്പെടുന്നു. ഒറ്റ സിനിമ വിടത്തില്ല. പാസ്റ്റർമാർ വീട്ടിലോട്ട് കയറി വരുന്ന ഉടനെ പവർ വിഷൻ ഇടും. അത് അടുത്തിടെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ പവർ വിഷൻ ഇടാൻ വേണ്ടി ഈ റിമോട്ട് തപ്പിയിട്ട് കാണുന്നില്ല. മമ്മൂട്ടി ഇങ്ങനെ കിടന്ന് ഓടുക. സ്തോത്രം. പിന്നെ അവിടുന്ന് എങ്ങാണ്ട് പിടിച്ച് അങ്ങോട്ടങ്ങാണ്ട് ഞെക്കി അതങ്ങ് മാറി, കൃപയാൽ. സ്തോത്രം. പോയി സന്ധ്യപ്രാർത്ഥന പോയി. ഇപ്പം എങ്ങും വീട്ടിലില്ല, സന്ധ്യപ്രാർത്ഥന എങ്ങും ഇല്ലല്ലോ. ഒരു എപ്പിസോഡ് പോലും വിടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ. അതുകൊണ്ട് പ്രാർത്ഥനയില്ല. സഭാകോളി വന്നാലോ അവിടുന്ന് തുള്ളി ഇങ്ങി കയറും. പുൽപ്പിറ്റി പോലും ഞങ്ങൾക്കിപ്പോൾ ഇരിക്കാനൊക്കത്തില്ല. പക്ഷെ ജീവിതവുമായിട്ട് നോക്കിയാൽ വിശുദ്ധിയില്ല, വേർപാടില്ല. പുസ്തകത്തിൽ പറയുന്ന പോലെ അല്ല ജീവിക്കുന്നത്. പിന്നെ ദ്രവ്യാഗ്രഹത്തിന് അഭ്യാസം തികഞ്ഞവർ. ഈ അടുത്തിടെ ഒരാൾ പറഞ്ഞു, ശുശ്രൂഷയെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ അഭ്യാസം പഠിച്ചിരിക്കണമെന്ന്. ഏതഭ്യാസം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വരമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വരം ഏതാണെന്നറിയാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വരം പ്രവചനമാണ്. പ്രവചനം എല്ലാവർക്കും ഇഷ്ടം. ഏറ്റവും നല്ലൊരു വരമുണ്ട്, അതേന്നറിയാമോ? ഫിലിപ്പിയ ലേഖനത്തിൽ കിടപ്പുണ്ട്, കഷ്ടത എന്ന വരം. ആർക്കും ഇഷ്ടമല്ല കഷ്ടത. വരവോ, പക്ഷേ ഒറ്റ മനുഷ്യന് ഇഷ്ടമല്ല. എല്ലാവർക്കും ഇഷ്ടം ഏതാ? പ്രവചനമാണ്. അതാകുമ്പോൾ ആൾ കളിക്കാം. ഇപ്പോൾ ഒത്തിരി പ്രവാചകൻ ഇറങ്ങി. പുതിയൊരു പ്രവാചകൻ ഇപ്പോൾ അടൂരിറങ്ങി, ഫോറൻസിക് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ കൊലപാതകമോ അക്രമമോ അഴിമതിയോ എവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലീസിനാ പോലും നോക്കേണ്ട കേസ് ഇവൻ മണപ്പിച്ച് നോക്കോളും. ഫോറൻസിക് പ്രവാചകൻ. അച്ഛാ, കാശ് ഇഷ്ടം പോലെ അച്ഛാ. ഒരു ശാപമുറിക്കൽ ശുശ്രൂഷയ്ക്ക് ഒരു കസേരയ്ക്ക് 2500 രൂപ. 2500 ഇൻറ്റു 1000 കസേര 3 ദിവസം കൂട്ടി നോക്കൂ. കുറഞ്ഞത് 30 ലക്ഷം രൂപ. 3 ദിവസം കൊണ്ട് പോക്കറ്റ് 30 ലക്ഷം രൂപ. ഒറ്റ ശാപം പൊട്ടിക്കല. ഇനിയും പോരാഞ്ഞിട്ട് ആഫ്രിക്കയിൽ നിന്ന് കണ്ടൊരു നീഗ്രോ വന്നപ്പോൾ അങ്ങേരും പറഞ്ഞു, നിങ്ങൾക്ക് അഭിഷേകവും ആത്മാവും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് എടുക്കൂ, പിടിക്കൂ, അപ്പോസ്തലൻ ഇരിക്കുന്ന കാൽക്കൽ കൊണ്ട് വെക്കൂ. അടൂരുകാരല്ലേ, ചാടി എഴുന്നേറ്റ് എല്ലാം കൊണ്ട് കാൽക്കൽ വെച്ചു. അപ്പോസ്തലൻ ഇങ്ങനെ ഞെട്ടിയിരിക്കുക. ദൈവമേ, എൻ്റെ തലേ വര. ഇടയ്ക്കിടയ്ക്ക് ഈ നീഗ്രോ പറയുന്നുണ്ട്, ഈ പൈസ ആർക്കുമല്ല, ഈ പൈസ എനിക്കല്ല, ഈ പൈസ ടീമിനല്ല, ഈ പൈസ സംഘടനയ്ക്കല്ല, ഈ പൈസ അപ്പോസ്തലൻ മാത്രം. ഗ്ലോറി. 30 പോരാഞ്ഞിട്ട് 30 ലക്ഷം പോരാഞ്ഞിട്ട് കാൽക്കൽ വീണത് വേറെ. ശാപം പൊട്ടിക്കൽ ശുശ്രൂഷ കൊണ്ട് ഗുണമുണ്ട്. ആർക്ക് ഗുണം? നടത്തിപ്പുകാരന് ഗുണം. നിങ്ങൾക്കും വേണം. ആർക്കെങ്കിലും തുടങ്ങിക്കോ, നല്ല ആദായമാണ്. സ്തോത്രം. എന്തെങ്കിലും പറഞ്ഞാൽ മതി. തുണ്ടത്തിൽ പരിശുദ്ധാത്മാവിന് ഭയങ്കര വിക്ക. തൂന്ന് നിൽക്കുന്നുള്ളൂ, തുണ്ടത്തിന്ന് പറയാൻ ഇങ്ങോട്ട് വരുന്നില്ല. 2 പേരും 2 കാറിൻ്റെ നമ്പരും KL 01 9564. എന്തെങ്കിലും ആത്മീയവർദ്ധന ഉണ്ടോ? 2 മൊബൈൽ നമ്പർ. ഇപ്പം ആരാണ്ട് പറയുന്നത് കേട്ടു, പാസ്ബുക്കിൻ്റെ നമ്പറൂടെ പറയുന്നു. സ്തോത്രം. സ്തോത്രം. പാസ്ബുക്കിൻ്റെ നമ്പർ പറയുന്നു, പാസ്പോർട്ടിൻ്റെ നമ്പർ പറയുന്നു. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ഇഷ്ടം പോലെ. ഇനി പ്രവാചകന്മാർ വരുമ്പോൾ നമുക്കെല്ലാം ഇഷ്ടമാണ്. നമുക്കിഷ്ടം അതാണ്. നിന്നെ ഞാൻ മഞ്ഞ് വീഴുന്ന രാജ്യത്തെ കയക്കും. അന്നേരെ അറിഞ്ഞതുള്ളൂ. മഞ്ഞ് വീഴുന്ന രാജ്യം എവിടാ? ഊട്ടി,
മൂന്നാർ, കട്ടപ്പന, ഗവി, വയനാട്, പിന്നെ ആർട്ടിക്ക, അന്റാർട്ടിക്ക. അവിടെ പോയാൽ നിന്റെ ഊപ്പാട് വരും. മഞ്ഞ് വീഴുന്ന രാജ്യം. ഇത് കേട്ട ഉടനെ അറിഞ്ഞ് തുള്ളിഞ്ഞ് വരികയല്ലേ, പായും തൊഴിച്ച് കീറി. ഇന്ന് ഞാൻ കുടുംബമായിട്ട് സെറ്റിലാക്കാൻ പോവാ. ഇതാ ഇപ്പോൾ സെറ്റിലാക്കുക, യൂറോപ്പിൽ സെറ്റിലാക്കുക. നേരെ മറിച്ച് നമ്മളോടൊരു ദൂത് കേട്ടോ, നിങ്ങൾ കുടുംബമായിട്ട് ജീവിതം കൊള്ളാമായിരുന്നു, വിശുദ്ധി കൊള്ളാമായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ കുടുംബമായി 3 മാസത്തിനകത്ത് നിത്യതയിലെടുക്കും. അപ്പൊ എന്തോ പറയും? അത് ആ പോരഴിയാൻ 3 ദിവസം വെള്ളം കുടിക്കാതെ ഉപവാസം. ഏത് പോരഴിയാൻ? നിത്യതയിലെടുക്കും എന്ന് പറഞ്ഞത്. സമയം പോകുന്നല്ലോ, ഞാൻ പെട്ടെന്ന് നിർത്താം. ആൺപിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്മാരുടെ ജോലിയാ. ഇനിയും പോരാ, തെളിയുന്നില്ല, തെളിയണ്ട. നമുക്ക് പിന്നെ തെളിയാത്ത മതി, തെളിയുന്ന ഒന്നും വേണ്ട. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കാണുന്ന ഒരു കാഴ്ച, മോട കഴുത്തേൽ ടെലസ്കോപ്പ് കിടക്കുന്നു, ലോറി. മോളെ എങ്ങോട്ട് വിടണം? ഡോക്ടറാക്കണം. മോനെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കാണുന്നു, ഭയങ്കര കമ്പ്യൂട്ടറെല്ലാം നിരന്നിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് അവൻ കയറിയിരിക്കുന്നു. അവനെ എങ്ങോട്ട് വിടണം? കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കണം. 2 വിടുതലായില്ലേ? ഡയറിയിൽ എഴുതിയിട്ടു, പ്രവാചകൻ കൊടുത്തു 2000 വെച്ച വീശ അവൻ കൊണ്ടുപോകും. ഈ അടുത്തിടെ ഒരു പ്രവാചകൻ പറഞ്ഞതാ, നിങ്ങളൊക്കെ 3 മണിക്കൂർ പ്രസംഗിക്കുന്ന എന്ത് കിട്ടും? 3 മണിക്കൂർ തൊണ്ട അലച്ചാൽ എന്ത് കിട്ടും? കൂടി വന്ന 1000 2000 സെക്കൻഡുകൾക്കകത്ത് 2 ടെലസ്കോപ്പും 4 കമ്പ്യൂട്ടറും 3 വോക്സ് വാഗൺ കാണുന്ന പറഞ്ഞാൽ 5000 പടപടാ. ഒത്രയൊന്നും ഇല്ലേ? അല്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് പറ. എൻ്റെ പൊന്നെ, അയ്യോ, കർത്താവ് പറഞ്ഞു, ദാ വരുന്നു കള്ള ക്രിസ്തുക്കൾ, കള്ള പ്രവാചകന്മാർ. ഈ ജനത്തിന് ഇപ്പോഴും പിടിയില്ല. വേദപുസ്തകത്തിലെ പ്രവചനം നിന്റെ കാറിൻ്റെ കളറോ, നിന്റെ വീടിൻ്റെ എത്ര മുറി ഉണ്ടെന്നോ, നിന്റെ പാസ്പോർട്ട് നമ്പരോ, നിന്റെ മൊബൈൽ നമ്പരോ, നിന്റെ പാസ്ബുക്ക് നമ്പരോ, നിന്റെ മോക്ക് ഏത് ചെറുക്കൻ പൂനായിൽ നിന്നാണോ, ലണ്ടനിൽ നിന്നാണോ, ലഡാക്കിൽ നിന്നാണോ വരുന്നെന്ന് പറയുന്നതല്ല. പ്രവചനമോ ആത്മിക വർധനയ്ക്കും ആശ്വാസത്തിനും പ്രബോധനത്തിനുമാണ്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ ജനം ദൈവത്തിങ്കൽ നകന്നു പോയാൽ, ദൈവത്തോട് അടുപ്പിക്കുന്ന പ്രവാചകനാണ് ദൈവത്തിന്റെ പ്രവാചകൻ. മറ്റുള്ളതെല്ലാം കള്ള പ്രവാചകൻ. പ്രോസ്പെരിറ്റി പറയുന്നവൻ, കാശിൻ്റെ കാര്യം പറയുന്നവൻ, കാറിൻ്റെ കളറ് പറയുന്നവൻ, മോഡ കല്യാണത്തിൻ്റെ പ്രപ്പോസൽ പറയുന്നവൻ വേദപുസ്തക പ്രവാചകനല്ല. സത്യമായി പറയുന്നു, അവൻ കള്ളപ്രവാചകനാണ്. അവനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വത്രം പറ. ഇന്ന് രാത്രി നിന്റെ കാറിൻ്റെ നിറം പറയാനല്ല സ്വർഗം ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. നീ ദൈവത്തോട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന രാത്രിയാണ്. അങ്ങനെ ഒരു ദൂത് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് താല്പര്യമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കേ. ഹല്ലേലൂയ, സ്തോത്രം. വക്രതയും കോട്ടമുള്ള തലമുറ, ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം പ്രാപിച്ച തലമുറ. സ്തോത്രം. ബയോരിന്റെ മകൻ ബിലയാമിന്റെ വഴി. സ്തോത്രം. പണം കൊടുക്കാമെന്ന് ബാലാക്ക് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി പ്രവചിക്കാൻ നടക്കുന്ന കുറെ ബിലയാമമാർ, കുറെ ഗേഗസിമാർ. ഈ ദൈവസഭയ്ക്ക് വേണ്ടത് ഗേഗസിമാരെയും ദ്രവ്യാഗ്രഹത്തിന് കൗശലം പഠിച്ചവരെയല്ല വേണ്ടത്. പൈസ നോക്കാതെ, പണം നോക്കാതെ ആ മനുഷ്യൻ നീയാണെന്ന് പറയാനുള്ള ആർജവം പ്രാപിച്ച നാഥാന്മാർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ആമേൻ. അങ്ങനെ എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്ന പാളയം ദൈവസഭ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറ. ഈ തലമുറ ഞാൻ ഏതിനോട് ഉപമിക്കണം?
ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 26 മുതലുള്ള വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രഖ്യാപിച്ച 1-2 പദപ്രയോഗങ്ങൾ. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും, ഉണ്ടാകും. തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും ജലപ്രളയം വന്നു, എല്ലാവരെയും വിഴുങ്ങിക്കളഞ്ഞു. മനുഷ്യപുത്രന്റെ നാളിൽ നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ ഈ തലമുറയിൽ സംഭവിക്കും. എന്താ നോഹയുടെ കാലത്തിന് പ്രത്യേകത? അവർ ജനം പെരുകിയ കാലം, ജനം വർദ്ധിച്ച കാലം, ജനബാഹുല്യം നിറഞ്ഞ കാലം, ജനസാന്ദ്രത ഉണ്ടായ കാലം. ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന 2 രാജ്യമാണ്. ഒന്ന് ചൈനയും ഇന്ത്യയും. 2020 കഴിയുമ്പോൾ ചൈനയെ പൊട്ടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യം വലിയ ജനസാന്ദ്രത രാജ്യമായിട്ട് മാറുമെന്ന് ഏകദേശ കണക്ക്. ഇന്ന് തന്നെ 700 കോടി ചില്ലുവാനം ആളുകൾ ലോകത്താകമാനം. ഇത് 1300 കോടിയായാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തോർത്തോണം ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും കെഞ്ചേണ്ട കാലം പ്രത്യക്ഷപ്പെടുന്നു. ഇത് കാണുമ്പോൾ ഓർത്തോണം, കർത്താവിൻ്റെ വരവടുത്തു. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ മനുഷ്യപുത്രൻ്റെ നാളിൽ. സ്തോത്രം. ജനം പെരുകിയപ്പോൾ ഗവൺമെൻറ്റുകൾ കണ്ടുപിടിച്ച ഒരു സംവിധാനം, അമ്മയുടെ ഗർഭാശയത്തിൻ്റെ അകത്ത് വെച്ച് കുഞ്ഞുങ്ങളെ കൊന്നുകളകാം, ഗർഭചിത്രം ചെയ്ത് കളകാം, അബോർഷൻ ചെയ്ത് കളയും. തട്ടുകടയിൽ ഓംലെറ്റ് അടിക്കുന്ന പോലെ മുട്ട പൊട്ടിച്ച് ഗ്ലാസിൻ്റെ അകത്ത് മഗ്ഗിൻ്റെ അകത്ത് ലായനിയാക്കുന്ന പോലെ അടിച്ച് കലക്കി കളയുന്ന പോലെ ഗർഭാശയത്തിൻ്റെ അകത്ത് വെച്ച് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു. 4 കോടി കുഞ്ഞുങ്ങളാണ് അങ്ങനെ ലോകം കാണാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. 4 കോടി കുഞ്ഞുങ്ങൾ ഒരു വർഷം കൊണ്ട് അവസാനിക്കുന്നു. ചരിത്രത്തിൻ്റെ ഗതി തിരിച്ചുവിടേണ്ട, ചരിത്രത്തിൽ എവിടെയൊക്കെയോ അറിയപ്പെടേണ്ട ഒരു തലമുറ ലോകം കാണാതെ അമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നശിക്കുന്നു. ഇനി ഒരു ദൂതോടെ ഞാൻ പറയുന്നു, ഒരു വിമോചകൻ രംഗത്ത് വരുമ്പോൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. മോശ എന്ന വിമോചകൻ ജനിച്ചപ്പോൾ അന്നും ആൺകുട്ടികളെ കൊന്നുകളഞ്ഞു. സൂതികർമ്മിണികളെ നിയമിച്ചു, ശിപ്രായും പൂവായും ഓരോ വീടുകളിൽ ചെന്ന് തെരഞ്ഞു. ആൺകുട്ടികൾ ജനിച്ചോ, ജനിച്ചങ്ങൾ അമ്മാരെ കൊന്നുകളയുന്നു. ആ കാലത്താണ് മോശയും ജനിച്ചത്. തൊട്ടില്ല, വാഗ്ദത്തമുള്ളവനെ തൊടാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാലത്തും സ്ഥിതി വ്യത്യാസമല്ല. ആൺകുട്ടികളെ അന്നും കൊന്നുമുടിക്കുന്നു. ഒരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട്, ഒരു ദൂത്, ഒരു വിമോചകൻ രംഗത്ത് വരുമ്പോൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രതീക്ഷയുള്ളൂ, കർത്താവിൻ്റെ 2ാമത്തെ വരവാണ്. അതിനു മുമ്പ് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന സംഭവങ്ങളൊന്ന്, സ്തോത്രം, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന കേട്ടോ, കുടിവെള്ളക്ഷാമം. ആമോസിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യത്തിൽ വാക്കുണ്ട്, അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് ബോധം കെട്ടു വീഴും. സ്തോത്രം. കുടിക്കാൻ വെള്ളം കിട്ടാതെ വരും, ഭക്ഷണത്തിന് ക്ഷാമം വരും. ഇന്നുകൊണ്ട് ഇഷ്ടം പോലെ രാജ്യങ്ങളിൽ പട്ടിണി, ക്ഷാമം വർദ്ധിച്ചു വരുന്നു. ഇതിന് നടുവിൽ ഇതെല്ലാം കാണുമ്പോൾ ദൈവമക്കൾ ഒന്നോർത്തോണം, ഒരുവൻ വാതിക്കലെത്തിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിൻ്റെ വരവ് ഇനി അധികം കാലങ്ങളില്ല, ഇനി അധികം ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോകത്തില്ല. സഭ ഇവിടുന്ന് എടുക്കപ്പെടാറായി. സന്തോഷമുള്ള ദൈവമകൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നോഹയുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, അത് വിശദീകരിക്കാൻ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. നോഹയുടെ കാലത്തിൻ്റെ 2ാമത്തെ പ്രത്യേകതയാണ്, മനുഷ്യൻ ബോധിച്ചതുപോലെ നടന്നു. ബോധിച്ച ഏവരെയും
ഭാര്യമാരായിട്ടെടുത്തു. ഇന്നും അതിനൊരു മാറ്റവുമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. സ്തോത്രം. ഇനി ആത്മീയ ലോകത്തിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത് ജാതികളിലല്ല, ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് ദൈവമക്കളുടെ ഇടയിലാണ്. ഉപദേശിമാർ, സെൻട്രൽ പാസ്റ്റർമാർ, ഓവർസർമാർ, പ്രസിഡന്റുമാരൊക്കെ കല്യാണം നടത്തുന്ന ഉടനെ ഒരു പദപ്രയോഗം ആവർത്തിച്ച് 3 പ്രാവശ്യം ഉരുവിടും. ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. എല്ലാവരും ചേർന്ന് എന്ത് പറയണം? ആമേൻ പറയണം. 3 പ്രാവശ്യം പറയും. ഇനി ഞങ്ങളെല്ലാം കൂടെ പറയുന്ന ഒരു കാര്യം കൂടാണ്. ദൈവം യോജിപ്പിനെ മനുഷ്യൻ വേർപിരിക്കരുത്, ദൈവം യോജിപ്പിച്ചതിനെ ഉപദേശിമാർ വേർപിരിക്കരുത്. അവർ തന്നെ യോജിപ്പിക്കുന്നതും അവർ തന്നെ ഒഴിപ്പിക്കുന്നു. ചിലർ വെളിപ്പാട് കാണുന്നുണ്ട്, ഈ വിവാഹം കഴിച്ചുപോയി, ഇത് മാറിയാലേ കൃപ വെളിപ്പെടുന്നു. അങ്ങനെ കൃപ വേണമെന്നും പറഞ്ഞ് ചിലർ ഉപേക്ഷിച്ചിട്ടും ഉണ്ട്. ഇനി നോക്കിക്കോണം, ആത്മീയ ലോകത്ത് നിന്ന് മാത്രമല്ല, ഈ ശുശ്രൂഷ രംഗങ്ങളിൽ നോക്കിക്കൂ, ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ഇതിൻ്റെ അകത്ത് തന്നെ നടക്കുന്നു. പ്രസംഗങ്ങൾ, തീപ്പൊരി പ്രസംഗങ്ങളും മാലാഖമാർ നൃത്തം ചവിട്ടുന്ന പോലെ കർത്താവിന് 2ാം വരവൊക്കെ അടിച്ചു വിട്ട് രോഗശാന്തി, ഭൂതശാന്തി, പിന്നെ എന്തൊക്കെ ശാന്തിയുണ്ടോ ആ എല്ലാ ശാന്തിയും കൊടുക്കുന്ന വീരശൂര പരാക്രമികളിൽ പലരും കുടുംബ ബന്ധങ്ങൾ അവസാനിച്ചു. സ്തോത്രം. കുടുംബ ബന്ധങ്ങൾ തകർന്നു. എവിടെയൊക്കെ നോക്കിയോ ഒരു കാര്യം പ്രാർത്ഥിച്ചോണം ദൈവമക്കൾ, അന്യജടം മോഹിച്ച് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. സ്തോത്രം. വേദപുസ്തകത്തിൽ ശക്തമായി പറയുന്നുണ്ട്, ദൂതുണ്ട്, ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കും. ഇനി ഇൻ്റർനാഷണൽ ലെവലിൽ കറങ്ങി നടന്നാലും ദുർനടപ്പുകാരനെ ദൈവം അറസ്റ്റ് ചെയ്യും. ഇനി ഒരു കാര്യം പറയാം, ഇവിടൊക്കെ സ്റ്റേജ് കിട്ടും, ഇവിടൊക്കെ സ്ഥാനം കിട്ടും, ആളുകൾ വിളിച്ചോണ്ട് പോകാൻ ഇഷ്ടം പോലുണ്ട്. പാപം ചെയ്യുന്നവനെ മറ പിടിക്കാനും പാപം ചെയ്യുന്നവനെ കൊണ്ടു നടക്കാൻ ഇവിടെ ഒരു സമൂഹം എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഒരു കോടതി വരുന്നു, മറന്നു പോകരുത്. അതേത് കോടതി? സർവശക്തൻ ഇറങ്ങി വരുന്ന കോടതി. അന്ന് ദുർനടപ്പുകാരനെയും ദുർനടപ്പുകാരിയെയും ന്യായം വിധിക്കും. അതിന് 2 പക്ഷമില്ല. എന്നാൽ ദൈവം തന്ന കുടുംബം അനുഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് സന്തോഷത്തോട് മുന്നോട്ട് പോകുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ആമേൻ. ബോധിച്ചവരെ ഭാര്യമാരായിട്ടെടുത്തു. ഇനിയും കേട്ടോ, സ്തോത്രം, ഇതെല്ലാം പോയി ബോധിച്ചവരെ പഠിക്കാൻ വിട്ടു. നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി പൂനായിലും കർണാടകയിലും ബാംഗ്ലൂരും ജപ്പാനിലും കൊറിയയിലും ചൈനയിലും ഒക്കെ പഠിക്കാൻ വിട്ടു. പഠിച്ചിട്ട് വരുമ്പോൾ പഠിത്തം തീരാറാകുമ്പോൾ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പറയുന്നു, ഞങ്ങളങ്ങോട്ട് വരുന്നു. നീ ഒറ്റയ്ക്കല്ലേടെ പോയത്? ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, പക്ഷേ ഒരാത്മാവിനെ കൂടെ ഞാൻ നേടി. സ്തോത്രം. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന സീറ്റിലിരുന്ന കൊച്ചിനെ ഞാൻ പല പ്രാവശ്യം നോക്കി. വാട്സപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് അന്നേരം തട്ടിവിട്ടു. ടെക് വാട്സപ്പ് ഉണ്ടെന്ന് തട്ടിവിട്ടു. ഫേസ്ബുക്ക് ഉണ്ടായതുകൊണ്ട് തെന്നിച്ചു വിട്ടു. സ്തോത്രം. ഇതൊക്കെ തെന്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പനും അമ്മയും പറയുന്നത് അവൻ കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവൻ എക്സ്ട്രാ ക്ലാസ് കൂടുതലുണ്ട്. മുറിക്കകത്ത് ആരുമറിയാതെ ഇരുന്ന് കെട്ടക്കെട്ടാന്ന് അടിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ പാസ്വേഡ് നോക്കി നിങ്ങളും നോക്കണം, സെർച്ച് ചെയ്യണം ആരോടൊക്കെയാണ് അവൻ കോണ്ടാക്ട് ചെയ്യുന്നത്. കാരണം നമ്മളെന്ന് കേട്ടോ, ഈ കാലത്താണ് ദൈവമക്കൾ നിൽക്കുന്നത്. ബോധിച്ചവരെ ഭാര്യമാരായി, ബോധിച്ചവരെ, ഇഷ്ടമുള്ളവരെ, കാലയിലൊന്ന് ഉറച്ച് നിൽക്കാൻ പ്രാപ്തിയാകുമ്പോൾ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊണ്ട് നിറച്ച് പ്രാപ്തിയാക്കി അപ്പനെ ഉമ്മയെ ഉപേക്ഷിച്ചിട്ട് എങ്ങാണ്ട് കണ്ടൊരു പെങ്കൊച്ചുമായിട്ട് ഒറ്റ പിടിയിൽ. സ്തോത്രം. ഒരു 3 മാസമൊക്കെ ഇങ്ങനെ പോകും. ആദ്യത്തെ ഒരു 3-4 മാസം വിളി തന്നെ നല്ല സന്തോഷമായിരിക്കും. അച്ചു എന്നൊക്കെ ആയിരിക്കും ചേട്ടനെ വിളിക്കുന്നത്. അച്ചു, അച്ചാച്ചു എന്നൊക്കെ ആയിരിക്കും. പിന്നെ 6 മാസം കഴിയുമ്പോൾ അച്ചുവില്ല, അച്ചൂച്ചുവില്ല. അവൻ്റെ ഉച്ചിനരം പഠിച്ചിട്ട് അവൾ വേറെ അടുത്ത വഴിക്ക് പോകും. ഈ ബോധിച്ച പോലെ പോകുന്ന ഈ തലമുറയുടെ നടുവിൽ ഞാൻ മാതാപിതാക്കളെ നിങ്ങളോട് പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവസിച്ചു പ്രാർത്ഥിക്കണം. ആരും മിണ്ടുന്നല്ലോ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ. ഇനിയും കേട്ടോ, ഇത്രയും തലമുറ നമ്മുടെ മുമ്പിൽ കിട്ടിയത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവരെ ദൈവസ്ഥാനിൽ കൊണ്ടിരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അനുഭവിക്കുന്ന കൃപ അവരനുഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞാൻ ചുമന്ന പുസ്തകം അവരും ചുമക്കണം, അവരും സത്യത്തിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ.
യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നതിനോളം വേറെ ഒന്നും എനിക്കില്ല. അവർ MBBS സർട്ടിഫിക്കറ്റോ 1.5 ലക്ഷം രൂപയുടെ ശമ്പളം വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന കൃപ തലമുറ അനുഭവിക്കുന്നെങ്കിൽ നിന്നോളം ഭാഗ്യവാൻ ഉലകത്തിൽ ആരുമില്ല. നീ ഞാൻ അനുഭവിക്കുന്ന ഭാഗ്യ പദവിയോർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതാ തലമുറ. മൂന്നാമതൊരു തലമുറയുടെ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുന്നു. സ്തോത്രം. മൂന്നാം തലമുറയുടെ പ്രത്യേകത കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ആയുസ് കുറയുന്ന കാലം, ആയുസ് കുറയുന്ന കാലം, ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. സ്തോത്രം. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകതയാണ്, നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത ആയുസ് കുറയുന്നു, ആയുസ് കുറയുന്നു. പണ്ട് നോഹയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ആയുസ്സിൽ ജീവിച്ച ഒരാളുണ്ടായിരുന്നു, അറിയാമോ? മെതുശലേഖ്. 969 വർഷം ജീവിച്ചു മെതുശലേഖ്. 69 വർഷം 965 വർഷം ജീവിച്ചു. അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് മോശയുടെ കാലം വന്നപ്പോൾ ആയുസ്സിനെ പറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 120 സംവത്സരം. 900 നിന്ന് നേരെ വന്ന സൂചി നിന്നത് എവിടാ? 120 കഴിഞ്ഞപ്പോൾ മോശയുടെ കാലത്ത് അവൻ്റെ സഹോദരൻ അഹരോൻ്റെ ദേഹവിയോഗത്തിൽ അന്ന് ഡെഡ് ബോഡി കരികെ നിന്നുകൊണ്ട് മോശ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു: മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന് പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഇനിയിപ്പം നമ്മുടെ കാലം വന്നപ്പോൾ 80 ഇല്ല, 40, 45, 38, 28. ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ്, 8 വയസ്സുള്ള കുഞ്ഞ് സൈലൻ്റ് അറ്റാക്ക് വന്ന് 8ാമത്തെ വയസ്സിൽ കുഞ്ഞ് മരിച്ചു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സൈലൻ്റ് അറ്റാക്ക്. ഇനി നമ്മൾ കഴിക്കുന്ന എല്ലാം വിഷമായതുകൊണ്ട് 40 പത്രം എടുത്ത് 13ാമത്തെ പേജ് കാണാതെ പോകരുത്. മലയാള മനോരമയുടെ 12ഉം 13ഉം പേജ് വിട്ടുകളി. സ്പോർട്സ് പേജ് മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് 12ഉം 13ഉം പേജ് നോക്കണം. നോക്കിയിട്ട് നീ ചിന്തിക്കണം, യോ 48കാരനായി ഞാൻ ഇപ്പോഴും ജീവനോട്ടിരിക്കുന്നല്ലോ, ദാ പോയിരിക്കുന്നു 48കാരൻ, ദാ പോയിരിക്കുന്നു 35കാരൻ, 28കാരൻ, 27കാരൻ. ആയുസ് കുറയുന്നു, ആയുസ് കുറയുന്നു. ഇനി നമുക്കൊരു പ്രത്യാശയുണ്ട്, എപ്പം മരിച്ചാലും ഭയമില്ല. ഭയമില്ലാത്ത ദൈവമക്കൾ സ്വോത്രം പറ, ഉറക്കെ പറ, ഇച്ചിരിയുടെ ഭയക്കാതെ പറ, ധൈര്യത്തോടെ പറ. അത് തന്നെ പേടിച്ചാ പറയുന്നത്. സ്തോത്രം. ഭയക്കെ നമുക്കുള്ള പ്രത്യാശ എപ്പം മരിച്ചാലും. ഇനി ഞാനൊരു ദൂതൂടെ പറയുന്നു, ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിലെത്തുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. ഉണ്ടോ? ചിലപ്പോൾ നിങ്ങൾ കപ്പ വേവിച്ച് വെച്ചിട്ടിരിക്കുകയായിരിക്കും അയലക്കറിയും കൂടെ കഴിക്കാൻ. സ്തോത്രം. ചിലപ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ല. സ്തോത്രം. എപ്പോഴാണ് അന്ത്യമെന്ന് അറിയത്തില്ല. പക്ഷെ ക്രിസ്തു ഭക്തനൊരു ഉറപ്പുണ്ട്, എപ്പോൾ എവിടെ വെച്ച് പുൽപ്പിറ്റ് വെച്ചോ, യാത്ര ചെയ്യുമ്പോഴോ, വണ്ടി ഓടിക്കുമ്പോഴോ, വീട്ടിൽ കിടക്കുമ്പോഴോ, ഇരിക്കുമ്പോഴോ, നിൽക്കുമ്പോഴോ, കിടക്കുമ്പോഴോ, എപ്പോഴാണേലും ക്രിസ്തു ഭക്തന് പ്രത്യാശയുണ്ട്. എന്ന് മരിച്ചാലും എൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറയും. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ സ്നേഹിതൻ, എൻ്റെ ഒരു വേണ്ടപ്പെട്ട സ്നേഹിതൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു പദപ്രയോഗമുണ്ട്, ഞാനൊന്ന് കടമെടുത്ത് പറയുന്നു. സ്തോത്രം. അദ്ദേഹം എപ്പോഴും പറയുന്ന പ്രയോഗമാണ്, നിങ്ങളെപ്പോഴും എല്ലാ ദിവസവും രാത്രിയിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് കിടക്കുന്ന ഉടനെ എന്തറിയാമോ? സ്തോത്രം. ഇടയ്ക്ക് ഒരു പാട്ട് പാടണം. ഏത് പാട്ടെന്നറിയാമോ? സിയോൻ ഗീതാവലിൻ്റെ അകത്തുനിന്ന് ഒരു മരണപ്പാട്ടുള്ളൊരു പേജുണ്ട്. ആ പേജ് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് അതേ 2 പാട്ട് പാടി പ്രാർത്ഥിച്ച് 90ാം സംഗീതത്തിനെ വായിച്ച് കിടക്കണമെന്ന്. നല്ലപോലെ ഉറങ്ങാൻ പറ്റും. യെരൂശലേമിൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും, ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും, ധരണിയിലെ ചിലർ പേടിച്ചിരിക്കുന്നു, ചിലർ ഇങ്ങനെ എന്നെ കണ്ണു തുറച്ചു നോക്കുന്നു. ഇന്ന് എന്തു പറ്റി ഭാഷ ഈ ദൂത് പറയാൻ? സ്തോത്രം. എപ്പോഴും പ്രത്യാശ ഭരിക്കണം കേട്ടോ. എപ്പോഴാണ് ജീവൻ പോകുന്നറിയത്തില്ല. പക്ഷെ ക്രിസ്തു ഭക്തന്മാർക്ക് പ്രത്യാശ അകത്ത് ഭരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ടൊക്കെ ഒന്ന് പാടി സന്തോഷിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഞങ്ങൾക്ക് ദൈവം ഒരു കാറിലിങ്ങനെ പാട്ടുപാടി ഒരു പാട്ടിട്ടിടുക, അനശ്വര ഗാനങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോൾ, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ
കൈകളിലൂറങ്ങുന്നു അപ്പോഴുമൻ രഥ ചക്രം. പറയാ വേറെ ഒരു പാട്ടും കിട്ടിയില്ലെന്ന്. ഞാൻ പറഞ്ഞ നമുക്ക് ഈ പാട്ടൊക്കെയാണ് യാത്ര ചെയ്യുമ്പോഴാണോ ഈ പാട്ടിടുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞു യാത്രയ്ക്കല്ലേ ഇതൊക്കെ കേൾക്കേണ്ടത്. അപ്പം പുറയിലുണ്ട് എന്നോട് പറഞ്ഞത് നമുക്ക് കുഴപ്പമില്ല, രണ്ടെണ്ണം പുറയിൽ. അവരെങ്ങനായിരിക്കും ചിന്തിക്കുന്നത്? അവർ ചിന്തിക്കുമ്പോഴും എവിടെയും ചിന്ത അത് തന്നെയാണ്. സ്തോത്രം. പേടിയാ. സ്തോത്രം. അറിയാതെ കാണാൻ വീട്ടിൽ ഇരിക്കുമ്പോഴെങ്ങാണ് അച്ചായന്മാർ പാടിയ അമ്മമാർ അന്നേരം വിട്ടു പോ സാത്താന്. സ്തോത്രം. എത്രയോ പാട്ടുണ്ട്, ജീവിത പങ്കാളി എൻ്റെ പിള്ളേരും അനുഗ്രഹിക്കപ്പെടും, അതങ്ങോട്ട് പാടിക്കൂടെ? ആമേൻ. സ്തോത്രം. ക്രിസ്തു ഭക്തന്മാർ പ്രത്യാശ ഉണ്ടെങ്കിൽ ഇതൊക്കെ പാടി സന്തോഷിക്കും. സ്തോത്രം ചെയ്താട്ടെ. എല്ലാം കൂടെ പറയാൻ സമയമെടുക്കുന്നില്ല, നിർത്തട്ടെ പ്രിയരെ. ബോധിച്ചവരെ ഭാര്യമാരെടുത്തു, ജനം പെരുകിത്തുടങ്ങി, ആയുസ് കുറഞ്ഞു. ഈ തലമുറ ഞാൻ ഏതിനോട് ഉപമിക്കേണ്ടു? ഇത്രയും സംഭവങ്ങളെല്ലാം നടന്നു വരുമ്പോൾ ഈ തലമുറ നോക്കിക്കൊണ്ട് കർത്താവ് ഒരു ദൂത് പറയുന്നു. ഇതിന് നടുവിൽ വക്രതയും കോട്ടമുള്ള തലമുറ നടുവിൽ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ശോഭിക്കുന്ന, ജീവൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരു തലമുറ ഇതിൻ്റെ അകത്ത് എഴുന്നേറ്റിട്ടുണ്ട്. ലോകത്തിൽ ജ്യോതിസ് പോലെ പ്രകാശിച്ച ഒരാളുണ്ട് പുതിയ നിയമത്തിൽ, യോഹന്നാനെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയുന്നു, അവൻ ലോകത്തിൽ ജ്യോതിസ് പോലെ വിളക്കായി നിന്ന് പ്രകാശിച്ചെന്ന്. ആമേൻ. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഈ വക്രതയും പാപവും നിറഞ്ഞ ലോകത്തിൽ ഒറ്റ കാര്യം ചെയ്തോണം, ലോകത്തിൽ ജ്യോതിസിനെ പോലെ പ്രകാശിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ ജീവൻ്റെ വചനം പ്രമാണിച്ച് അധികാരത്തോടെ നിൽക്കാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഈ തലമുറ ഞാൻ ഏതിനോട് ഉപമിക്കേണ്ടു? 2, ഉപദേശ വിഷയങ്ങളിൽ അയവ് വരുത്തുന്ന തലമുറ, പ്രമാണത്തോടെ നീരസം കാണിക്കുന്ന ഒരു തലമുറ. ഒറ്റ വാക്ക് ഞാൻ ഓടിച്ചു പറഞ്ഞങ്ങ് വിട്ടേക്കാം. ഉപദേശമില്ല. ഹബക്കുക്കിന്റെ പ്രവചനത്തിൽ വാക്യം കിടപ്പുണ്ട്, ന്യായപ്രമാണം അയഞ്ഞു, ഉപദേശം അയഞ്ഞു. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ കിടക്കുന്നു, ദൈവത്തിലെ പെട്ടകം തോളിൽ ചുമക്കേണ്ടത് കാളവണ്ടിക്കകത്ത് കയറ്റി. പ്രമാണം പോയി. ദൈവത്തിന്റെ പ്രമാണം വാങ്ങാൻ മോശ നിൽക്കുമ്പോൾ താഴ്വരയിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നിൽക്കുന്നു. പ്രമാണം അയഞ്ഞു, ഉപദേശം പോയി. സ്തോത്രം. ഇതിന് നടുവിൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട്. അവർ ഒരുപാടില്ല, അവർ ന്യൂനപക്ഷമേ ഉള്ളൂ. അവർ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. വില കൊടുക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പൗലോസിനെ ദ്രുസില്ലയും ഫേലിക്സും പ്രസംഗം കേൾക്കാൻ വിളിച്ചു. വിശ്വാസമെന്ന പ്രബന്ധം അവതരിപ്പിച്ച് പ്രസംഗിക്കാൻ പൗലോസിനെ വിളിച്ചപ്പോൾ പൗലോസ് പ്രസംഗിച്ച വിഷയം ഇതാ: ഇന്ദ്രിജയം, നീതി, വിശ്വസ്തത. ഇവയെ കൊണ്ട് പൗലോസ് കൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഫേലിക്സ് ഭയപരവശനായി. ഫേലിക്സ് ഒറ്റ കാര്യം പറഞ്ഞു, ഇപ്പോൾ നിർത്തുക, തൽക്കാലം പോകുക, അവസരമുള്ളപ്പോൾ ഇനിയും വിളിക്കാം. ഉപദേശമാർക്കും ഇഷ്ടമല്ല. സ്തോത്രം. ഒരു കാര്യം പറയുന്നു, ഈ തലം ഉപദേശത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന പാളയം ദൈവസഭയോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ തലമുറ ഞാൻ ഏതിനോട് ഉപമിക്കേണ്ടു? കമ്പിവാചകത്തിൽ ഞാൻ പറഞ്ഞു വിടുന്നു, ഈ തലമുറ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്ത തലമുറ. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു. പത്രോസ് ചോദിക്കുന്നു, അവർ ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവിന് 2ാമത്തെ വരവെന്ന വാഗ്ദത്തം എവിടെ? അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നിവർത്തിയാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റിരിക്കുന്നു. ഇന്നും കർത്താവിൻ്റെ വരവിനെ പറ്റി പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്തൊരു തലമുറ ഈ യുഗത്തിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ പത്രോസ് അവരോട് ശക്തമായി പറയുന്നൊരു പ്രയോഗമുണ്ട്, ഇനിയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. സ്വത്രയാട്ടെ. ഒരു തലമുറയുടെ പ്രത്യാശ നഷ്ടപ്പെട്ടപ്പോൾ ഇന്ന് രാത്രി 21 ദിവസം ഉപവാസപ്പെടുന്ന 2ാമത്തെ രാത്രിയിൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ചരിത്രത്തിൽ തന്നെ കർത്താവ്
വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. ഈ ചരിത്രത്തിൽ തന്നെ കർത്താവ് വരും. നമ്മിൽ പലർക്കും ശവപ്പെട്ടി പണിയേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം അവൻ്റെ പ്രത്യക്ഷത കാണാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്കും ലഭിക്കുമെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസെക്കൻഡുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ എല്ലാം നമ്മുടെ കർത്താവ് വരാറായി. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇരിക്കുന്ന ഇരിപ്പിടം വിട്ട് എല്ലാവരും എഴുന്നേൽക്കും. ഒറ്റ വാക്കിൽ ഞാൻ പ്രാർത്ഥിച്ച് നിർത്താൻ പോകുക. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. ഒരു തലമുറ നോക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യുദ്ധവും ആമേൻ സ്തോത്രം ക്ഷാമവും ആമേൻ ഭൂകമ്പവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇതിൻ്റെ നടുവിൽ പ്രാണനാഥനെ കാത്തിരിക്കുന്ന ഒരു പറ്റം ദൈവമക്കളുണ്ട്. കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷയോടിരിക്കുന്ന ദൈവമക്കളെ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അല്പനിമിഷം കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രത്യാശയുള്ള ദൈവമക്കൾ, പ്രത്യാശയുള്ള ദൈവമക്കൾ, അകം തിളയ്ക്കുന്ന ദൈവമക്കൾ, അകക്കണ്ണ് തുറന്ന ദൈവമക്കൾ, ഹൃദയ തട്ടി പ്രകാശിച്ച ദൈവമക്കൾ, വീണ്ടും വരവിനെക്കുറിച്ച് പ്രതീക്ഷയുള്ള ദൈവമക്കൾ, പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്ക്. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ചേർന്ന് ശക്തിയോടെ ജീസസ്, ശക്തിയോടെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ചേർന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ശക്തിയോടെ. ആമേൻ, 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 ആമേൻ. ശക്തിയോടെ ആരാധിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. ഇന്ന് രാത്രികാലം വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കുന്ന അവന്റെ ഒരു കൂട്ടമായി തീരുവാൻ നമ്മെ തന്നെ ഇന്ന് രാത്രികാല ദൈവാലയങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ലോകത്തിന്റെ മോഹങ്ങൾക്ക് പിന്നാലെ ഓടുവാനല്ല, ജഡത്തിന്റെ ഇച്ഛകൾക്ക് പിന്നാലെ ഓടുവാനല്ല, ജഡത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് യാത്ര ചെയ്യുവാനല്ല, പിന്നെയോ ദൈവവചനത്തിന് വേണ്ടി, ദൈവിക ഉപദേശത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ദൈവം കൽപ്പിക്കുന്നത് എന്തോ അതനുസരിച്ച് ചൂടുവെക്കുക. ഇന്ന് രാത്രി പൂർണ്ണമായിട്ട് നമുക്ക് തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രികാലം അടയട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുവാൻ. ഓ രേഖാവാന ശബ്ദന ഓടൽപ്പെട്ട ശ്രമിക്കും. ആമേൻ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പിന്നെ വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പകൽ നമ്മുടെ മധ്യേ ശുശ്രൂഷ കർത്തദാസനെ ഓർക്കുന്ന നിമിഷം പ്രാർത്ഥിക്കാം. വെളിപ്പെടുവാൻ അടുത്ത നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടവക്കല രഗടവന ശബ്ദന ഓടൽപ്പെട്ട ഓ രേഖാവാന ഓടൽക്കല രഗടവന ശ്രമിക്കും. ആമേൻ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പിന്നെ കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പകൽക്കാലം വിശുദ്ധ സമായോഗത്തിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മെല്ലാവരും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അവൻ കർത്താവിന്റെ വലിയ ദാസൻ ജോണി മാസ്റ്റർ മുൻപോട്ട് കടന്നോട് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗിലൂടെ
അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് തിരുവാതിര പകൽ രാത്രിയിരിക്കാൻ സ്വർഗത്തിന്റെ ഞങ്ങളെ സഹായിച്ചല്ലോ. രാത്രി പൽകട ശബ്ദ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി പ്രതിമാറ്റമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ സഭയെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവസിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പ്രശ്ന കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവ് ഓരോരുത്തരും അവിടുത്തെ കൃപയുടെ മറൽ മറച്ചുള്ള പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉപവസിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ദൈവദാസന്മാരെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ രാത്രി ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ പിന്നെ കർത്താവ് ആശ്വാസം പകരുന്ന ശുശ്രൂഷകൾ ഇവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ രാത്രി ഞങ്ങളെ മാനിച്ചല്ലോ, അവിടെ അനുഗ്രഹിച്ചില്ല കർത്താവെ. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത ദൈവസാന്നിധ്യം കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിന്റെ അമ്പുള്ള നാമത്തിൽ തന്നെ. സ്വർഗ്ഗപ്രാർത്ഥനയായ സ്തോത്രം ചെയ്യാം. ദൈവം അനുഗ്രഹിച്ചതിനായ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നാം എല്ലാവരും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ കർത്താവിന്റെ രണ്ടാം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. മഹത്വം